പാലക്കാട് കോട്ടായിയിൽ അസുഖബാധിതയായ അമ്മയും മകനും മരിച്ചു. അമ്മ മരിച്ച ദുഃഖത്തിൽ മകൻ ഗുരുവായൂരപ്പൻ സ്വയം ജീവനൊടുക്കിയെന്നാണ് നിഗമനം. പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, അത്യന്തം ദുഃഖകരമായ സംഭവം തന്നെയാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ. തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ശേഷം നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ അമ്മ ചിന്നയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വീട്ടിൽ അമ്മ ചിന്നയും ഗുരുവായൂരപ്പനും മാത്രമാണ് താമസിക്കുന്നത്. മറ്റു ബന്ധുക്കളോ കാര്യങ്ങളോ അടുത്ത് താമസിക്കുന്നില്ല. എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അമ്മ മരിച്ചതിന്റെ മനോവിഷമത്തിൽ മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു പ്രശ്നങ്ങളൊന്നും നാട്ടുകാരോ ജനപ്രതിനിധികളോ ഒന്നും സൂചിപ്പിക്കുന്നില്ല. അമ്മയെ വീട്ടിന്റെ ഉള്ളിലും അതേപോലെ മകനെ വീട്ടിന് പുറമത്തെ പറമ്പിലുമാണ് ആത്മഹത്യ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതിനാൽ ഈ ഒരു അമ്മ മരിച്ചതിന്റെ വിഷമത്തിൽ മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ മകൻ നാട്ടിൽ ചെറിയ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. അമ്മയും ഇത്തരത്തിൽ തൊഴിലുറപ്പ് ചെയ്യുന്ന ഒരാളാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അമ്മയ്ക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു എന്നാണ് ജനപ്രതിനിധികളടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അമ്മയുടെ മരണത്തിൽ ഉള്ള ഒരു മനോവിഷമത്തിൽ മകൻ ആത്മഹത്യ ചെയ്തെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. സേതു. ശരി ആഷിഖ്, എന്താണെങ്കിലും വലിയ ദുഃഖം നിറയ്ക്കുന്ന വാർത്ത തന്നെയാണ്, വിവരം തന്നെയാണ്. പാലക്കാട് കോട്ടായിൽ അസുഖബാധിതയായ അമ്മയും മകനും മരിച്ചു. അമ്മ മരിച്ച ദുഃഖത്തിൽ മകൻ സ്വയം ജീവനൊടുക്കി എന്ന വിവരമാണ് പുറത്തുവരുന്നത്.